ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരിജ ചിറ്റ നിർമ്മലിനെയും പിങ്കിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ വലിയൊരു ഒളിച്ചുകളി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിങ്കിക്കരികിലേക്ക് നമ്മുടെ നിർമ്മല കയറി ചിലപ്പോൾ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വലിയ കഥാപ്രസംഗം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ നിർമ്മലോട് ചോദിക്കുക. അപ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു നിർമ്മല. അല്ല, സാധാരണ ഈ വേഷത്തിലല്ലല്ലോ ഞാൻ കാണാറുള്ളത്, ഒരു ഹലമ്പ് ജീൻസ് ഷർട്ടും ഒക്കെ ആണല്ലോ പതിവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ല അത് പിന്നെ ഒരു വെറൈറ്റി പിടിച്ച് നോക്കിയത് ബോറായി പോയോ എന്ന് ചോദിച്ചു നിർമ്മലെ. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പിങ്കി പറയാം. അപ്പോൾ നിർമ്മലിന് സന്തോഷമായിട്ടോ. നിർമ്മലിന് എന്തായാലും ഏത് വേഷവും നന്നായി ചേരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു നിർമ്മൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിർമ്മല നേരം പറഞ്ഞു. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റാണെന്ന് ചോദിച്ചു. ആദ്യം ഇത് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ പിങ്കി അത് വാങ്ങിക്കുക. അപ്പോൾ ഈ ഗിഫ്റ്റ് തരുന്നതിന് മുന്നേ ഈ ഗിഫ്റ്റ് എന്തിനാ തരുന്നതെന്നൊരു കാരണം ഉണ്ടാവില്ലെന്ന് ചോദിച്ചു. അത് എൻ്റെ ബർത്ത്ഡേക്കുള്ളതാണെന്ന് താൻ കരുതിക്കോളാൻ പറഞ്ഞു. അതിന് ഇനിയും മാസങ്ങൾ കിടക്കുകയാണല്ലോ നിർമ്മൽ. എങ്കിൽ കഴിഞ്ഞു പോയ ബർത്ത്ഡേക്കാണെന്ന് കരുതിക്കോ, എന്തായാലും ഇത് സ്വീകരിച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ നിർബന്ധിച്ചു. പിങ്കി ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിതൊരു കടം തീർക്കൽ ചെയ്തു എന്ന് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുക, കടം വീട്ടല്ലോ. അല്ല, എനിക്ക് ബർത്ത്ഡേക്ക് ഒരു സമ്മാനം പിങ്കി തന്നിരുന്നില്ലേ, ആ ഒരു കടം. അപ്പോൾ അതൊരു കടമൊന്നും ആയിരുന്നില്ല നിർമ്മൽ, കടമയായിരുന്നു. കടമായിരുന്നെങ്കിൽ കൂടി അതൊരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഒരു കടമായിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയെന്നും അപ്പോൾ തനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് തരാൻ എനിക്ക് തോന്നിയതെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ, അതൊന്നും ആദ്യമേ പറയണ്ടേ, സാലറി കിട്ടിയ വകയിലാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഒന്നും പോരാ കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ പിങ്കി. അത് കേട്ടപ്പോൾ അല്ല പിന്നെന്താ വേണ്ടത് പറഞ്ഞോളാൻ പറഞ്ഞു നമ്മുടെ നിർമ്മല. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഗൗതം പറഞ്ഞു ഇപ്പോൾ ഗൗതത്തിൻ്റെ മൊത്തത്തോടെ കിട്ടും എന്നുള്ള വിചാരത്തിലാണ് പിങ്കി ചേച്ചി ചിക്കുന്നത്. അപ്പോൾ പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക. ഹലോ, എന്താ ആലോചിക്കുന്നത് പറയടോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ആലോചിക്കായിരുന്നു എന്ന് പിങ്കി പറഞ്ഞു. ഓഹ് അങ്ങനെയാണോ എന്നും പറഞ്ഞോട് നിർമ്മല. അത് ആലോചിച്ചിട്ടേ പിന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ഇപ്പം തന്നെ പറയാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് പിങ്കി ഇങ്ങനെ നിർമ്മലിനോട് ചോദിച്ചു. നിർമ്മൽ ഇങ്ങനെ നോക്കുക, എന്താ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും നാളെ തന്നെ പോയേക്കാവെന്ന് പറഞ്ഞു. അയ്യോ, നാളെ എനിക്ക് ചെക്കപ്പിന് പോകണമല്ലോ, പിന്നെ ചിറ്റയും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പിങ്കി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിർമ്മൽ വല്ലാതെ നിൽക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചിറ്റയ്ക്ക് തലവേദനയോ മറ്റോ ആണോ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നാളെ ചിറ്റയെ ഒഴിവാക്കാം, നിർമ്മൽ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർമ്മൽ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ, അപ്പോൾ ഡബിൾ ഓക്കെ ആണെന്ന് നമ്മുടെ നിർമ്മൽ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്താ പറയേണ്ടതെന്ന് നിർമ്മലിനും അറിയില്ല. അപ്പോൾ ശരി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് നിർമ്മൽ അവിടെ നിന്ന് അങ്ങ് പോയി. പിങ്കി ആണെങ്കിൽ ഇപ്പോൾ എല്ലാം നടത്തി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർമ്മലും അതുപോലെ തന്നെ പിങ്കിയും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നിർമ്മലാണെങ്കിൽ ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് നിർമ്മലിന് എന്താ ചമ്മൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ, അതോർക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടെന്ന് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറഞ്ഞു. ഞാനതിന് വലിയ പെൺകുട്ടിയൊന്നും അല്ല, മെച്ചൂർഡായ ഒരു സ്ത്രീയാ. നിർമ്മലും ഒരു കൗമാരക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ആരെങ്കിലും പിടിച്ച് 2 ഇടിയൊക്കെ ഇടിക്കാം, അതല്ലാതെ ഇത്തരം പരിപാടികളൊന്നും എനിക്കത്ര പോരാ എന്നൊക്കെ പറയുമ്പോൾ, ചില മനുഷ്യർക്കേ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും സോഫ്റ്റ് ഫീലിങ്സും പറഞ്ഞിട്ടുള്ളതല്ല, വല്ല ഗുണ്ടാപ്പണിയോ വണ്ടി പിടുത്തോ ഒക്കെയാണ് നല്ലതെന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുന്നത്. ഐസായിട്ട് അതിലേക്ക് വരുമോ കേട്ടോ പിങ്കി. നിർമ്മലിനെ ഒരു കമ്പനിക്ക് വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ പോരെന്ന് ചോദിച്ചു. അയ്യോ പിങ്കി, അങ്ങനെയൊന്നും അല്ല, തൻ്റെ കൂടെയുള്ള ഈ ഒരു വരവും നിപ്പും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാനതൊക്കെ മനസ്സുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിർമ്മൽ. അപ്പോൾ അത് വെറുതെയാ അല്ലേ, ഗുണ്ടാപ്പണിയാണ് നിർമ്മൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അയ്യോ ഒരിക്കലും അല്ല, വിപരീത സാഹചര്യങ്ങൾ മനുഷ്യനെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നമ്മളൊക്കെ പറയാറില്ലേ, അതുപോലെ ഇഷ്ടമുള്ള ഒരാളോടൊപ്പം ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനേ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതല്ലേന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിർമ്മലിന് എന്ത് കിട്ടാനാ? ഇപ്പോൾ സാഗർ ഫിനാൻസ് പോലുള്ള കള്ളപ്പണക്കാരുടെ കൂടെ കയ്യാളായിട്ട് നിന്ന ഇഷ്ടം പോലെ കാശ് കിട്ടത്തില്ലേന്ന് ചോദിച്ചു കേട്ടോ പിങ്കി. അപ്പോൾ ഒരാളും വെറുതെ കാശ് തരില്ലടോ എന്ന് നിർമ്മൽ പറയുവാണേ. പിന്നെ കള്ളപ്പണ കച്ചവടത്തിൽ പങ്കുചേർന്ന് കാശുണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ ചേർന്നൊന്നുമല്ല, ജോലി ചെയ്ത് ജീവിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു അവസരം കിട്ടിയ കൈയിട്ട് വരാത്ത ആരാ ഉള്ളത് എന്നിങ്ങനെ നേരെ നമ്മുടെ പിങ്കി ചോദിച്ചു. നിർമ്മലിന് ചിലപ്പോൾ അവസരമൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് കിട്ടുന്ന അവസരങ്ങളെപ്പറ്റി എന്തറിയാം പിങ്കിക്കെന്ന് നിർമ്മൽ എന്തായാലും ചോദിക്കാം. പിന്നെ കോടികൾ അവന്മാർ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാതെ ഓടി നടക്കുന്നില്ലേ പോലീസ് എന്നൊക്കെ ഇങ്ങനെ നിർമ്മൽ ചോദിക്കും കേട്ടോ. അതെവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സെറ്റായി. എനിക്ക് പങ്കുണ്ടായിട്ടൊന്നുമല്ല, അവന്മാരുടെ സംഭാഷണം അതൊക്കെ ഞാൻ ഓവർഹിയർ ചെയ്തതാണെന്ന് പറഞ്ഞു.
അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു നമ്മുടെ പിങ്കി. കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ലാൻഡ് ഫോണിലാണെന്നും പോലീസ് മൊബൈൽ ഫോൺ പരിശോധിച്ചാലും തെളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓ, എന്നിട്ടോ? അപ്പം ഞാനൊരു ദിവസം ലാൻഡ് ലൈൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചാൽ അതൊരു എക്സ്റ്റൻഷൻ കോൾ ആയിരുന്നു എന്നും മറുവശത്ത് സാഗർ സാറും ഡീലറുമായിട്ട് സംസാരിക്കുമായിരുന്നു എന്നും മുഴുവൻ വിവരങ്ങളും ക്ലീനായിട്ട് എനിക്ക് കിട്ടി എന്ന് നിർമ്മൽ പറഞ്ഞു. അപ്പം ചുമ്മാ പറയാം നിർമ്മൽ എന്ന് പറഞ്ഞു. പിങ്കി ആരാ കള്ളിന്ന് പിങ്കി അതൊക്കെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കും കേട്ടോ. അപ്പോൾ സത്യമാണോ നിർമ്മലെ? സത്യം ഞാൻ പറഞ്ഞതെന്ന് പാവം നിർമ്മൽ വേണ്ട. നിർമ്മൽ ആളൊരു ഭയങ്കരം തന്നെയാണല്ലോ എന്നിങ്ങനെ നേരം പിങ്കി എന്നോട് പറ എവിടെയാ അത് കേട്ടപ്പം അതൊന്നും ഞാൻ പറയത്തില്ല നമ്മുടെ നിർമ്മൽ പറഞ്ഞു. ഓ, അപ്പം എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേന്ന് ചോദിച്ചപ്പം അയ്യോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണെന്ന് നിർമ്മലിന് എന്താ ചെയ്തം എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്നിങ്ങനെ പിങ്കി പറയുമ്പം അത് പിന്നെ പുറത്തൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ACP ഒക്കെ മണത്ത് നടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗൗതോ ഗൗതത്തിൻ്റെ കാര്യത്തിൽ എനിക്കെന്താ എത്ര താല്പര്യം എന്ന് പിങ്കി അന്നേരം ചോദിക്കുക. എനിക്ക് ഗൗതത്തിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ ഇതൊരു വലിയ ട്രിക്കിലൂടെ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഈ സമയത്ത് നിർമ്മൽ 1 by 1 എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു. സാഗർ വല്ലാത്തൊരാൾ തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായെന്ന് പിങ്കി അന്നേരം പറയാം. അവൻ നിർമ്മലെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിൽക്കുക കേട്ടോ. പിങ്കിക്ക് ഉദ്ദേശിച്ച കാര്യവും ഡബിൾ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ നിർമ്മലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിർമ്മലിൻ്റെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ ഞാനിപ്പോൾ വരാം കേട്ടോ പിങ്കി എന്നും പറഞ്ഞിങ്ങനെ അതും പറഞ്ഞിങ്ങനെ പോവുക. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് പിങ്കി ഗൗതത്തിനെ വിളിച്ച് ഡീറ്റെയിലും കൊടുത്തു. അപ്പോൾ പറഞ്ഞതെല്ലാം വിശ്വസിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എല്ലാം പറഞ്ഞങ്ങ് കൊടുത്തു ഗൗതത്തിനും. ഗൗതം എനിക്ക് തന്ന വാക്കത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ തീർച്ചയായും എനിക്ക് ഓർമ്മയുണ്ട്. രാമേശ്വരത്ത് നമ്മൾ പോയിരിക്കും. അപ്പം നമ്മൾ മാത്രം. അപ്പം അതെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ഉറപ്പ് കൊടുക്കുന്നു. പിങ്കി അത് കേട്ട് മറന്നിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗൗതം പുഷ്പം പോലെ കാര്യങ്ങൾ നേടിയെടുത്തു. ഇവളൊരു ചില്ലറക്കാരി അല്ലല്ലോ നമ്മുടെ ഗൗതത്തിന് വരെ തോന്നിപ്പോയി. പിങ്കി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ തറവാട്ടിൽ നന്ദയും മോഹിനിയും അതുപോലെ നമ്മുടെ ലക്ഷ്മിയും കൂടെ ഇരിക്കുക. അപ്പോൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അർജുൻ പോയ കാര്യത്തെപ്പറ്റി ആലോചിച്ചാണ് ഏട്ടത്തി ഇങ്ങനെ ഇരിക്കുന്നത്. അർജുൻ പോയ വർഷമാണെങ്കിൽ 3 വർഷം തികയാണ്. ഇനിയിപ്പോൾ പിങ്കി കുറച്ചൊക്കെ മാറി ചിന്തിക്കണ്ടേ? അപ്പം മാറിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു അമ്പരപ്പ് തോന്നി. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അവർ പുറത്തേക്കൊക്കെ പോയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി ഇരിക്കാം. അല്ലെങ്കിൽ തന്നെ അർജുൻ പോയി എന്ന് ഇതുവരെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലക്ഷ്മി പറയാം. പിന്നെ 3 വർഷം കഴിഞ്ഞു എന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പം അമ്മയൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെ അമ്മയെ സത്യമെന്ന് നമ്മുടെ നന്ദ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയാം. ഇനി പിങ്കി മറ്റൊരു ലൈഫിനെ പറ്റി ചിന്തിക്കുന്നതിൽ തെറ്റു പറയാനില്ല. അല്ല, അങ്ങനെ ചിന്തിക്കണം, അതാണ് ശരിക്കും ശരി എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞപ്പം നമുക്ക് വിരോധമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മോളെ. നിർമ്മലും പിങ്കിയുമായിട്ട് ഒരു ബന്ധത്തിന് മുൻകൈ എടുക്കാൻ വേണ്ടി തന്നെയല്ലേ നമുക്ക് താല്പര്യമെന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇത് നന്നായതേ ഉള്ളൂ എന്ന് ലക്ഷ്മി പറഞ്ഞേ. അല്ല, ഒഴിവായില്ലായിരുന്നെങ്കിൽ തിരിഞ്ഞു വന്ന് നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതത്തിൽ കയറി ആ ജീവിതം നശിപ്പിച്ചേനെ പിങ്കിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ മോഹിനി അന്നേരം പറയാം. എന്തേ നിങ്ങൾക്കാർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ മോഹിനി അത് പിന്നെ അപ്പോൾ തോന്നിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാവല്ലോ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനി പറയാം. ഞാനത് വെട്ടി വിളിച്ച് പറയും, നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിങ്കിക്ക് ഇന്നൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത കാര്യമൊക്കെ നന്ദ ഇങ്ങനെ പറയാം. ഗിഫ്റ്റോ? ഇന്ന് നിർമ്മലിന് ശമ്പളം കിട്ടിയ ദിവസം അതുകൊണ്ട് ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പുടവ കൊടുക്കലും കഴിഞ്ഞു. പുടവ കൊടുക്കലോ? നീ എന്തൊക്കെയാ മോഹിനി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഒരു പുരുഷൻ സ്ത്രീക്ക് സാരി കൊടുക്കുന്ന ആ ഒരു ചടങ്ങിനല്ലേ നമ്മൾ പുടവ കൊടുക്കലെന്നൊക്കെ പറയുന്നത്. അയ്യോ അതും ഇതുമായിട്ട് നീ താരതമ്യപ്പെടുത്താനൊന്നും നിൽക്കല്ലേ എൻ്റെ മോഹിനി എന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പം ശരി, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ട് അവരുടെ ബന്ധം മോശമായി എന്ന് വരരുതല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇവരത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടിരിക്കാം. എത്രയും പെട്ടെന്ന് ആ പ്രൊഫസറെ വിവരം അറിയിച്ചോളണം. പ്രഭുരാമനെ വിവാഹം നടത്തി വെച്ചാൽ പിന്നെ ഈ പുറം ചുറ്റലും കറക്കും ഒക്കെ കൊണ്ടുള്ള പേരുദോഷം അങ്ങ് മാറിക്കിട്ടുമല്ലോ എന്ന് മോഹിനി പറയാം. ഇത്ര പെട്ടെന്ന് അതിലേക്കൊക്കെ പോകണമെന്ന് നന്ദ ചോദിച്ചപ്പോൾ അതെന്താ നിനക്ക് അവരുടെ കല്യാണം നടത്തുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നന്ദയോട് ചോദിക്കാം മോഹിനി. അത് കൊള്ളാം, നന്ദമോൾക്കല്ലേ അതിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതെന്ന് ലക്ഷ്മി ചോദിച്ചു. എങ്കിൽ പിന്നെ വേണ്ടാന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെയും ഗൗതം സാറിൻ്റെയും കുഞ്ഞല്ലേ ചെറിയമ്മേ പിങ്കിയുടെ വയറ്റിൽ, അത് മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണല്ലോ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി, പറഞ്ഞു കാട് കയറിയിട്ട് കൊടുക്കാം, ഞാനതങ്ങ് മറന്നുപോയെന്ന് പറയാം. അപ്പോൾ
ഈ വിവാഹം ഈ ഒരു പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നടത്താലോ എന്നൊക്കെ നന്ദ പറയുമോ. അങ്ങനെ ഇവരതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അതുവഴി ഒരു ആംബുലൻസ് വരുന്നതും ആ ആംബുലൻസിന്റെ മുന്നിലേക്ക് നമ്മുടെ പോലീസ് ജീപ്പ് വരുന്നതും. ആ സമയത്ത് ആംബുലൻസിൽ ഇരുന്ന ആൾ എന്താ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ വെച്ച് ഇവരിങ്ങനെ ഒരിക്കൽ ആ സമയത്ത് ഈ ആംബുലൻസിന്റെ പുറകിലത്തെ ഡോറ് തുറക്കാൻ പറഞ്ഞപ്പോൾ അതിനകത്തൊരു പേഷ്യൻ്റെ സാറേ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നവും സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, നീ ഇപ്പോൾ ഇത് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ സാറേ അത് വേണോ സാറേ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അയാളെ കൊണ്ട് ഡോറ് തുറപ്പിച്ചു. തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പേഷ്യൻ്റ് ഒന്നുമില്ല. എവിടെയാണോ പേഷ്യൻ്റ്? ഡെഡ് ബോഡി എവിടെയാണോ? അത് പിന്നെ ഡെഡ് ബോഡി എടുക്കാൻ മറന്നുപോയി സാറെന്ന് പറഞ്ഞു. പിന്നെ അവന്മാർ അവിടെ ഇട്ട് അടി ഇടി തൊഴിയൊക്കെ ആയി. അത് കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അതിനകത്തുണ്ടായിരുന്ന സകല സാധനങ്ങളും പെറുക്കിയെടുക്കുക. എടുത്തപ്പോൾ എന്താ, കണക്കിന് 500 നോട്ട് തന്നെ. അതെല്ലാം സെറ്റാക്കി നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ എൻ്റെ കസേര മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേസ് കൂടി താൻ രക്ഷിച്ചു എന്നും പറഞ്ഞ് ADGP സാറ് നമ്മുടെ ഗൗതത്തിനെ വിളിച്ച് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഐ എം സോ ഹാപ്പി സാർ എന്ന് പറഞ്ഞപ്പം എങ്ങനെയാണ് താൻ അവനെ കെണിയിൽ വീഴ്ത്തിയത്? കുറച്ചൊക്കെ അറിയാമെങ്കിലും ഗൗതമിൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കാനൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സാർ, ഈ ആംബുലൻസുകൾക്ക് പൊതുവെ ഒരു സെക്യൂരിറ്റി ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗൗതം നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പം താനും തൻ്റെ ഗ്യാങ്ങും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെന്നും അതിന് തനിക്ക് നല്ലൊരു ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് സെറ്റാക്കി നമ്മുടെ ഗൗതം ചെയ്തതിൽ അവർ വളരെ ഹാപ്പിയായി. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നല്ല ഇതിൽ നമ്മുടെ ഗൗതത്തിന് ഇതാക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ അരുന്ധതി അവിടെ ഇരിക്കുമ്പോഴേക്കും പിങ്കിയും നിർമ്മലും പുറത്ത് പോയിട്ട് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വരുമ്പോൾ കണ്ടപ്പോഴത്തേക്കും അരുന്ധതി ആഹാ, അപ്പം നിർമ്മലിനൊരു ചമ്മലൊക്കെ വാ എന്നും പറഞ്ഞതേ അകത്തേക്ക് വിളിപ്പിക്കുക. ഈ സമയത്ത് രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയതാണല്ലേ? അത് പിന്നെ പിങ്കി വിളിച്ചപ്പോൾ ഒരു കൂട്ടിന് പോയതാണെന്ന് നിർമ്മല് പറഞ്ഞേ. ആ കൂട്ടിന് തന്നെ. പുറത്തുനിന്ന് കാണുന്നവർക്ക് അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകും. പക്ഷേ കൂട്ട് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണെന്ന് അരുന്ധതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം. അപ്പം നിർമ്മലും പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോഴേക്കും ഗിരിജ അങ്ങോട്ടേക്ക് വന്നു ന്യൂസ് പിടിക്കാനായിട്ട്. ഒടുക്കം എല്ലാവരും തീരുമാനിച്ചു നിങ്ങളെ അംഗീകരിക്കാനായിട്ടെന്നും, പക്ഷേ നിങ്ങൾ മാത്രം പിടിതരാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുവാണേ. പിങ്കിക്ക് എന്തോ പോലെ. അപ്പോഴത്തേക്കും ഗിരിജയും ആകെ ടെൻഷനായി. ആ മോഹിനി വേഗം നിങ്ങൾ വന്നേ, ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവാ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് മോഹിനിയെ കൊണ്ട് സ്വീറ്റ്സും എടുപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും അന്നേരം വന്നു കൂടി. നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്നേരം ലക്ഷ്മി ചോദിച്ചു. ഇവരത് പറയില്ല ലക്ഷ്മി, നമ്മൾക്കിനിയും ഭഗവാന്റെ സഹായം തന്നെ തേടാവെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പറയപ്പോൾ പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ. ദൈവമേ എല്ലാം കയ്യിൽ പോയോ എന്നുള്ളൊരു പേടി. ലക്ഷ്മി ആ രാമായണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മിയെ കൊണ്ട് രാമായണം എടുപ്പിക്കുന്നു. പിങ്കിയുടെ പ്ലാനൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുവാണ് അരുന്ധതി. ഇപ്പം എന്താ വല്യമായി എന്ന് ചോദിച്ചപ്പോൾ കാര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിർമ്മലിനെ ചതിക്കാൻ ഏതായാലും ഇന്ത്യവരത്തിലുള്ളവർ പിങ്കിയെ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായി. ആ സമയത്ത് രാമായണം എടുത്തുകൊണ്ട് വന്ന് ലക്ഷ്മി അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭഗവാന്റെ നാവാണ് രാമായണമെന്നും അതുപോലെ നമ്മളോട് ഭഗവാന് പറയാനുള്ളത് ഇതിലൂടെ പറയുമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ആ രാമായണത്തിൽ നിന്ന് ഒരു ഇത് എടുക്കാൻ പറഞ്ഞു നമ്മുടെ പിങ്കിയോട്. അപ്പോൾ പിങ്കി അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ ഒരു പേജ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തരാൻ പറഞ്ഞു. അരുന്ധതി അത് വാങ്ങിച്ചു. അങ്ങനെ അരുന്ധതി അതെടുത്ത് വായിക്കുക. അപ്പോൾ അരുന്ധതി അത് വായിക്കുമ്പോൾ പിങ്കിയുടെ ഉള്ളു കിടന്ന് പിടച്ചോണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ ഗിരിജയുടെയും എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളൊരു പേടി, ഒരു വെപ്രാളം, ഒരു ഭയമൊക്കെ ഉണ്ടാകുമല്ലോ. എൻ്റെ ദീപമേന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാനോ കൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണായി വന്നത് നിന്നെ മാത്രമല്ല ചൊല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള ആ ഒരു ഇതൊക്കെ നമ്മുടെ ഈ അരുന്ധതി ഇങ്ങനെ ചൊല്ലി. അപ്പോൾ വല്ലതും മനസ്സിലായോ എന്ന് ഇവരോട് ചോദിക്കുക ചൊല്ലി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അതെ, അഹല്യാമോക്ഷമാണ് കിട്ടിയതെന്നും ഭഗവാന്റെ പാദം പതിഞ്ഞപ്പോൾ ശിലയായി ഉറഞ്ഞു കിടന്ന അഹല്യയ്ക്ക് മോക്ഷം കിട്ടി. അത് കേട്ടപ്പോൾ പിങ്കിയുടെ കിളി പോയി. പിങ്കി തന്നെ പിങ്കിയുടെ കുഴി തോണ്ടിയെന്ന് പറയാമല്ലോ. അതുപോലെ നിനക്കും മോക്ഷമായി എന്നാണ് സൂചന എന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു. അത് നിർമ്മൽ വന്നതോടെയാണെന്നും പറഞ്ഞു. പാവം നിർമ്മൽ ഇതൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. പിങ്കി അന്നേരം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുന്നത് കഥ അവസാനിച്ച് നിൽക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ.